പാർലമെന്റിൽ വന്ദേമാതരം ചർച്ചയിൽ പ്രധാനമന്ത്രിയുടെയും സംഘത്തിന്റെയും കള്ളം പൊളിഞ്ഞെന്നും അവർക്ക് ക്ഷതമേറ്റെന്നും കോൺഗ്രസ് ജനറൽ സെക്രട്ടറി ജയറാം രമേശ്. ദേശീയ ഗീതത്തെക്കുറിച്ചുള്ള ചർച്ചയിൽ ദേശീയ ഗാനവും പരാമർശിക്കപ്പെട്ടുവെന്ന് അദ്ദേഹം എക്സിൽ കുറിച്ചു. ദേശീയ ഗാനത്തെക്കുറിച്ചും ദേശീയ ഗീതത്തെക്കുറിച്ചും രചിക്കപ്പെട്ട 2 ആധികാരിക ഗ്രന്ഥങ്ങൾ പ്രധാനമന്ത്രിയും അനുയായികളും വായിച്ചിട്ടില്ലെന്നത് വ്യക്തമാണെന്ന് അദ്ദേഹം പറഞ്ഞു. രുദ്രാംശു മുഖർജിയുടെ സോങ് ഓഫ് ഇന്ത്യ, എ സ്റ്റഡി ഓഫ് ദി നാഷണൽ ആന്തം, സബ്യസാച്ചി ഭട്ടാചാര്യയുടെ വന്ദേമാതരം എന്നീ ഗ്രന്ഥങ്ങളെയാണ് ജയറാം രമേശ് പരാമർശിച്ചത്. ചർച്ച തിരിച്ചടിച്ചതും കള്ളങ്ങൾ പൊളിയുകയും ചെയ്തതിനാൽ ഈ ഗ്രന്ഥങ്ങൾ അവർ ഇനി വായിക്കുമെന്നും കരുതാനാകില്ല. ദുഷ്പ്രചരണങ്ങൾ ദൂരീകരിക്കാൻ ജവഹർലാൽ നെഹ്റുവും രാജേന്ദ്ര പ്രസാദും സർദാർ പട്ടേലും ഉൾപ്പെടെ വിവിധ നേതാക്കൾ എഴുതിയ 12 കത്തുകളും അദ്ദേഹം പരാമർശിച്ചു. വന്ദേമാതരത്തിന്റെ 150ാം വാർഷികത്തോടനുബന്ധിച്ച് ലോക്സഭയിൽ 1 ദിവസവും രാജ്യസഭയിൽ 2 ദിവസവുമാണ് ചർച്ച നടന്നത്. ദേശീയ ഗീതത്തോടുള്ള മുഹമ്മദ് അലി ജിന്നയുടെ എതിർപ്പിനു മുന്നിൽ മുട്ടുമുടക്കിയ നെഹ്റു ചില ഭാഗങ്ങൾ ഒഴിവാക്കി വന്ദേമാതരത്തെ ഒറ്റുകയാണ് ചെയ്തതെന്നും അത് ഇന്ത്യയെ പ്രീണന രാഷ്ട്രീയത്തിന്റെ പാതയിലേക്ക് തള്ളിവിട്ടെന്നുമാണ് ലോക്സഭയിലെ ചർച്ചാവേളയിൽ പ്രധാനമന്ത്രി കുറ്റപ്പെടുത്തിയത്. എന്നാൽ ചരിത്രത്തെ വളച്ചൊടിക്കുകയും പ്രഥമ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവിനെ അപകീർത്തിപ്പെടുത്തുകയും സ്വാതന്ത്ര്യസമര സേനാനികളെ ആക്ഷേപിക്കുകയും ചെയ്യുകയായിരുന്നു ചർച്ചയുടെ ലക്ഷ്യമെന്ന് പ്രതിപക്ഷവും ആരോപിച്ചു. ഇതിനു മറുപടിയായി ഞാൻ എന്ത് സംസാരിക്കണമെന്ന് താനാണ് തീരുമാനിക്കുക എന്നും പാർലമെന്റ് നിങ്ങളുടെ ആഗ്രഹത്തിനനുസരിച്ച് പ്രവർത്തിക്കില്ല എന്നും അമിത് ഷാ ശക്തമായി പ്രതികരിച്ചു. വോട്ടർ പട്ടിക ശുദ്ധീകരിക്കുന്നതിനുള്ള ഒരു നടപടിയാണെന്ന് ഷാ വാദിച്ചു. കൂടാതെ ജനാധിപത്യത്തെ കോൺഗ്രസ് അട്ടിമറിച്ചെന്നും ചില കുടുംബങ്ങൾ തലമുറകളായി വോട്ട് മോഷ്ടിക്കുന്നവരാണെന്നും അമിത് ഷാ ആരോപിച്ചു. തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാർ പദവിയിലിരിക്കെ എടുക്കുന്ന നടപടിക്കെന്തുകൊണ്ടാണ് നിയമപരിരക്ഷ നൽകിയതെന്ന് ആദ്യം മറുപടി പറയണമെന്ന് രാഹുൽ ഗാന്ധി തിരിച്ചും അമിത് ഷായോട് ആവശ്യപ്പെട്ടു. സ്പെഷ്യൽ ഇന്റൻസീവ് റിവ്യൂ സമയത്ത് വോട്ടർ പട്ടികയിൽ നിന്നും പേരുകൾ നീക്കം ചെയ്താൽ അടുക്കള ഉപകരണങ്ങൾ ഉപയോഗിക്കണമെന്ന് പശ്ചിമബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി സ്ത്രീകളോട് അഭ്യർത്ഥിച്ചു. കൃഷ്ണനഗറിൽ നടന്ന ഒരു റാലിയിൽ സംസാരിക്കുകയാണ് ബാനർജി പറഞ്ഞത്. നിങ്ങളുടെ പേരുകൾ നീക്കം ചെയ്താൽ നിങ്ങളത് സഹിക്കില്ല. വോട്ടർ പട്ടികക്കായി ബിജെപി തങ്ങളുടെ IT സെൽ ഉപയോഗിക്കാൻ പദ്ധതിയിടുന്നുണ്ടെന്നും അവർ ആരോപിച്ചു. പശ്ചിമബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി വ്യാഴാഴ്ച സംസ്ഥാനത്തെ വോട്ടർ പട്ടികകളുടെ സ്പെഷ്യൽ ഇന്റൻസീവ് റിവ്യൂ സംബന്ധിച്ച് പ്രകോപനകരമായ പ്രസ്താവന നടത്തി. അവലോകനത്തിനിടയിൽ വോട്ടർ പട്ടികയിൽ നിന്നും പേരുകൾ നീക്കം ചെയ്താൽ സ്ത്രീകൾ അടുക്കള ഉപകരണങ്ങൾ ഉപയോഗിച്ച് അതിനെതിരെ തയ്യാറെടുക്കണമെന്ന് മമതാ ബാനർജി ആഹ്വാനം ചെയ്തു. SIRന്റെ പേരിൽ അമ്മമാരുടെയും സഹോദരിമാരുടെയും അവകാശങ്ങൾ നിങ്ങൾ എടുക്കുമോ? തെരഞ്ഞെടുപ്പ് സമയത്ത് അവർ ദില്ലിയിൽ നിന്നും പോലീസിനെ കൊണ്ടുവന്ന് അമ്മമാരെയും സഹോദരിമാരെയും ഭീഷണിപ്പെടുത്തും. അമ്മമാരെ, സഹോദരിമാരെ, നിങ്ങളുടെ പേരുകൾ നീക്കം ചെയ്താൽ നിങ്ങൾക്ക് ആയുധങ്ങളുണ്ടല്ലോ. ഭക്ഷണം പാകം ചെയ്യാൻ ഉപയോഗിക്കുന്ന അതേ ആയുധങ്ങൾ. നിങ്ങൾക്ക് ശക്തിയുണ്ടല്ലോ. നിങ്ങളുടെ പേരുകൾ നീക്കം ചെയ്താൽ നിങ്ങളത് സഹിക്കില്ലല്ലോ. സ്ത്രീകൾ മുന്നിൽ നിന്നും പോരാടും, പുരുഷന്മാർ അവരുടെ പിറകിൽ നിൽക്കും. കൃഷ്ണനഗറിൽ നടന്ന ഒരു റാലിയിൽ ബാനർജി പറഞ്ഞു. സംസ്ഥാനത്തെ സ്ത്രീകളാണോ അതോ ബിജെപിയാണോ കൂടുതൽ ശക്തരെന്ന് കാണണമെന്നും അവർ പറഞ്ഞു. ഞാൻ വർഗീയതയിലല്ല, മതേതരത്വത്തിലാണ് വിശ്വസിക്കുന്നത്. എപ്പോഴൊക്കെ തെരഞ്ഞെടുപ്പ് വരുന്നുവോ അപ്പോൾ പണം ഉപയോഗിച്ചും മറ്റു സംസ്ഥാനങ്ങളിൽ നിന്നും ആളുകളെ കൊണ്ടുവന്നും ബിജെപി ജനങ്ങളെ ഭിന്നിപ്പിക്കാൻ ശ്രമിക്കാറുണ്ടെന്നും മമത പറഞ്ഞു. സ്വാതന്ത്ര്യത്തിനായി പോരാടിയവരും രാജ്യത്തിനുവേണ്ടി ജീവൻ ബലിയർപ്പിച്ചവരും ബംഗാളിലെ ജനങ്ങൾ ഇന്ത്യൻ പൗരന്മാരാണെന്ന് ബാനർജി തെളിയിച്ചു. നിങ്ങൾ ഞങ്ങളെ ആക്രമിച്ചാൽ എങ്ങനെ പ്രതികരിക്കണമെന്ന് ഞങ്ങൾക്കറിയാം. അനീതി തടയാൻ എങ്ങനെ സാധിക്കുമെന്ന് ഞങ്ങൾക്കറിയാമെന്നും മമത പറഞ്ഞു. IT സെൽ തയ്യാറാക്കിയ പട്ടികകളുടെ അടിസ്ഥാനത്തിൽ തെരഞ്ഞെടുപ്പ് നടത്താൻ ബിജെപി പദ്ധതിയിടുന്നുണ്ടെന്ന് അദ്ദേഹം ആരോപിച്ചു. ഓർക്കുക, ബീഹാറിനത് ചെയ്യാൻ കഴിയില്ല, പക്ഷേ നിങ്ങൾ എന്തു ചെയ്താലും ബംഗാളിന് അത് ചെയ്യാൻ കഴിയുമെന്നും അവർ കൂട്ടിച്ചേർത്തു.